ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു 4 years ബാക്ക് കൊറോണയൊക്കെ കഴിഞ്ഞ ടൈമിലായിരുന്നു ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത്. ആൻഡ് ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തി അഗ്രഹാരത്തിലാണ്. 14-ാം തീയതിയാണ് കേട്ടോ, അതായത് 1-ാം തീയതി ദിവസമാണ് വന്നിരിക്കണം. ഞാൻ എൻ്റെ കോളേജിൽ നിന്നാണ് വന്നത്. ആൻഡ് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നതായിരുന്നു. ഈ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഭയങ്കര തിരക്കാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫുൾ വണ്ടികളാട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ടാവും വിചാരിക്കുന്നു. പക്ഷേ ക്ലൈമറ്റ് അടിപൊളിയാണ്, അങ്ങനെ വെയിലൊന്നുമില്ല. ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ വരും, ഞങ്ങളാണ് ഇപ്പോൾ ആദ്യം എത്തിയത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദം. അങ്ങനെ എല്ലാവരും എത്തി ഗായ്സ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. വിക്ടോറിയ കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ വരികയാണ്. അത് 3rd ടൈം. അത് ഞങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ക്ലൈമറ്റാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു പോയി. ഫസ്റ്റ് കൽപ്പാത്തി പുഴ കാണാനാണ് പോണത്. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു, ഇങ്ങനെ ഫുൾ ക്യൂലായിരുന്നു ആൾക്കാർ. അങ്ങനെ പുഴ എത്തിയിട്ട് അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇത് നേരെ പോയത് ചെറിയ പർച്ചേസിങ്ങിനായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല, ചെറുതായിട്ട് കമ്മലൊക്കെ ഞങ്ങൾ വാങ്ങി. എന്നിട്ട് പിന്നെ കൽപ്പാത്തി സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. കാളൻ, പാനിപൂരി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചു. പിന്നെ പോയിട്ട് 3 തേര് ഒരുമിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് പോയിട്ട് അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിന്ന് പിന്നെയും ചെറുതായിട്ട് അവിടുത്തെ ഷോപ്സൊക്കെ വിസിറ്റ് ചെയ്ത്. ഇത്രയൊക്കെ തന്നെയായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് കൽപ്പാത്തി തേര്. എൻ്റെ ഫസ്റ്റ് വ്ളോഗിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ എടുക്കാനായിട്ട് എൻ്റെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് മെയിൻ ഡേ ഓഫ് കൽപ്പാത്തി തേര്. 3-ാം തേരാണെന്ന്. ഞാനും അമ്മയും കൂടെ രാവിലെ മോർണിംഗ് 6 ആയിട്ടുള്ളൂ ഞങ്ങൾ തൊഴാൻ പോവാണ്. ഇത് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. രാവിലെ നേരത്തെ ആണെങ്കിൽ പോലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എഗെയിൻ ആസ് യൂഷ്വൽ ചെറിയ പർച്ചേസിങ് ഒക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടാണ് പോയത്. ആക്ച്വലി ഇത് വേറെ അമ്പലമാണ്, മെയിനായിട്ടുള്ള അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. എനിക്ക് ഈ ഒരു മോർണിംഗ് വൈബ് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് കൽപ്പാത്തിയിൽ ഇത് ശരിക്കും രാവിലെ വന്ന് തൊഴുകണത് ഇതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. ആൻഡ് യെസ്, ദ ബെസ്റ്റ് പാർട്ട്, മോർണിംഗ് ടെമ്പിൾ വിസിറ്റിന് ശേഷമുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തിൻ്റെ കൽപ്പാത്തി വിശേഷങ്ങൾ. സോ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.